വാവാ തുമ്പച്ചൂട്ടിൽ വാവാ തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചൂട്ടിൽ വാവാ ഇലവയിൽ കുങ്കുമ തളികയും കൊണ്ട് കസവ് നൂൽ തുന്നിയ പുടവയും കൊണ്ടു നീവാ നീവാ തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചൂട്ടിൽ വാവാ തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചൂട്ടിൽ വാവാ. നമസ്കാരം. ഗാനമൃതത്തിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സിന്ധു ആണ്. നമസ്കാരം സിന്ധു. നമസ്തേ. സുഖാണല്ലോ അല്ലേ? സുഖമാണ്. എന്തൊക്കെയുണ്ട് സിന്ധു? ഞാനിവിടെ ട്രിവാൻഡ്രത്ത് തന്നെ സെറ്റിൽഡാണ്. എൻ്റെ വീട് ട്രിവാൻഡ്രം തന്നെയാണ്. ഹസ്ബൻഡ് വീട് അമ്പലപ്പുഴയാണ്. പിന്നെ വാനമ്പാടികൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് ഞാനിപ്പോൾ പാടുന്നത്. അതിപ്പോ ഒരു 2020 സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പൊ 160 സ്റ്റേജ് ആയി. രാധിക, സുരേഷ് ഗോപി എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഭജൻ ഗ്രൂപ്പാണ്. ഭക്തിഗാനങ്ങൾ. പിന്നെ അങ്ങനെ നല്ല രീതിയിൽ അത് പോണു. ഞങ്ങള് എല്ലാവരും തന്നെ കുട്ടികളുടെ ഗായക സംഘം ഓൾ ഇന്ത്യ റേഡിയോയില് അന്നത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് വരുന്നവരാണ്. എത്ര പേരുണ്ട് അതിൽ? 13 പേരുണ്ട്. പിന്നെ 2 പേര് ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് എല്ലാത്തിനും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റുന്നതൊക്കെ അവരും വരും. ഒരുപാട് 160ഓളം സ്റ്റേജ് ആയി ഇപ്പൊ. പിന്നെ അല്ലാതെ ചാനൽ ഷോസും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ദൂരദർശൻ അങ്ങനത്തെയൊക്കെ. അത് കുട്ടിക്കാലം തൊട്ടേ ഉള്ളതാണ്. ഉദയവാനി സാറിന്റെയും MG രാധാകൃഷ്ണ സാറ്, പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാർ എല്ലാരും നമ്മുടെ ഗുരുക്കന്മാരാണ്. ഓമനക്കുട്ടി ടീച്ചർ എല്ലാരും നമ്മുടെ ഗുരുക്കന്മാരാണ്. അപ്പോ ഒരു ഇഷ്ടമുള്ള ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങിയാലോ? ഏത് ഭക്തിഗാനമാണ്? ഏതായാലും. അമ്പാടി തന്നിലൊരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ അമ്പാടി തന്നിലൊരുണ്ണി അഞ്ജന കണ്ണന മുണ്ണി ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ. നല്ലൊരു പാട്ടുമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോ ഗുരുവായൂര് നമ്മൾക്ക് 3 തവണ പാടാനുള്ള അവസരം കിട്ടി. ചോറ്റാനിക്കര ദേവിയുടെ മുന്നില്, മൂകാംബിക ദേവിയുടെ മുന്നില്, വൈക്കത്തഷ്ടം അവിടെ വൈക്കത്തപ്പന്റെ അവിടെ പാടി. അങ്ങനെ കുറെ ടെമ്പിൾസ് പാടി. എവിടെയാ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോ ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് എവിടെയായിരുന്നു? ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ വലിയൊരു ഗുരുവായൂരപ്പന്റെ അവിടെ തന്നെയായിരുന്നു. ഗുരുവായൂരപ്പന്റെ മുന്നിൽ പാടുന്ന വൈക്കത്ത അഷ്ടമിയുടെ അന്നായിരുന്നു. അപ്പൊ അതും വലിയ ജനത്തിരക്കായിരുന്നു. അപ്പൊ ഗുരുവായൂർ മൂകാംബികയിൽ പോവാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. അത് ദേവി വിളിക്കണം എന്നാണ് പറയുന്നത്. അതെന്തോ ഒരു ഭാഗ്യം നമ്മുടെ ഗ്രൂപ്പിനുണ്ടായി. പറ്റുന്നവരെല്ലാം പോയി പാടി. അങ്ങനെ ഗ്രൂപ്പായിട്ടല്ലേ ഭജന? എല്ലാം ഗ്രൂപ്പായിട്ട് തന്നെയാണ്. അപ്പൊ ഭജൻസ് ഇങ്ങനെ പാടുമ്പോഴത്തേക്കാണോ അതോ സിന്ധുവിന് ഫിലിം സോങ്സ് പാടുമ്പോഴാണോ കൂടുതൽ ഒരു? ഇപ്പോഴെന്ന് പറഞ്ഞാല് ഭജൻസ് പാടി 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 ഭജൻസിനോടാണ്. പക്ഷെ മുമ്പ് ഒരു ലോങ് ഗ്യാപ്പ് ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ വന്നു. അപ്പോ അത് കാരണം ഇപ്പൊ മറ്റുള്ള സിനിമാ പാട്ടുകൾ എന്നൊക്കെ ഓർത്തെടുത്ത് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പാടണം. ഭജൻസിലേക്ക് മാറുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഭജനകൾ മാത്രമാണ് നമ്മൾ എല്ലാ ഭക്തിഗാനങ്ങളും. ഭക്തിഗാനങ്ങള് സിനിമയിലുള്ളതും അല്ലാത്തതും ആൽബമിൽ വരുന്നതും എല്ലാം പഠിച്ച് അങ്ങനെയാണ് പാടുന്നത്. റിഹേഴ്സലൊക്കെ ചിട്ടയായിട്ട് നമ്മളെല്ലാ ആഴ്ചയിലും ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇതിൽ അഭിപ്രായം, അവർ പറയുന്ന ചില അമ്പലങ്ങള് അവര് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടും, സിനിമയിലുള്ള ഭക്തിഗാനങ്ങൾ തന്നെ വേണം, ആൽബം വേണ്ട. അപ്പൊ നമ്മൾ അത് ചൂസ് ചെയ്തെടുത്ത് അങ്ങനെ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ നമ്മൾ ഒരു ഭജൻസിന് നമുക്ക് എത്ര പാട്ടുകൾ ഉൾപ്പെടുത്താൻ പറ്റും? ഞങ്ങളിപ്പോ ചിലര് പറയും 1.5 മണിക്കൂർ പാടണം, ചിലര് പറയും 2 മണിക്കൂർ. അപ്പൊ 16, 20
2 മണിക്കൂറാകുമ്പോ 20 പാട്ടോളം നമുക്ക് പാടേണ്ടി വരും. അപ്പൊ ഒരൊറ്റ സ്ട്രെച്ചിന് പാടി പോവാം. അപ്പൊ അത് കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോണത്. എല്ലാരും നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യും. എങ്ങനെ ട്രാക്ക് വെച്ചിട്ടാണോ പാടുന്നത്? ഇല്ല, നമുക്ക് ഓർക്കസ്ട്ര 3 പേരും കൂടെ ഉണ്ട്. അവര് നല്ല സപ്പോർട്ടും വളരെ ആത്മാർത്ഥതയോടെ എല്ലാം ചെയ്യുന്നത്. അല്ല, ഒരു ഗ്രൂപ്പ് ആവുമ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അത് നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ അനിത എന്ന് പറയുന്നത് നമ്മുടെ പ്രീത പിയുടെ ചേച്ചി അനിതയാണ് നമ്മുടെ ഒരു ഗുരുസ്ഥാനിയം. അനിത ഒരു 30-35 വർഷമായിട്ട് സ്കൂൾ ടീച്ചറായിട്ട് ഇരുന്നതാണ്. അപ്പൊ അനിത തന്നെ എല്ലാ പാട്ടും സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട ട്രെയിനിങ് തന്നു. അപ്പൊ അനിതയ്ക്ക് എല്ലാവർക്കും വലിയൊരു സ്പെഷ്യൽ താങ്ക്സ് ആണ്. ഇതിലൂടെ നമുക്ക് നല്ലൊരു അനിതയുടെ ഒരു പ്രത്യേക ഇതാണ്. പിന്നെ എല്ലാരും നല്ല കാലം തൊട്ടേ ഉള്ള ഫ്രണ്ട്സ് ആയതുകൊണ്ട് എല്ലാരും ഒന്നിനൊന്ന് പാടുന്നത്. അപ്പൊ ഇങ്ങനെ ഭജൻസിനൊക്കെ പോകുമ്പോ എല്ലാരും ഒരുമിച്ചല്ലേ പോവാറ്, അതോ അവിടെ വരെ എല്ലാരും വന്നത് കാണാം? വണ്ടി ദൂരെയൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്ത് പോകും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് 2-3 വണ്ടികളിലായിട്ട്. ഈ കൊല്ലം ഒക്കെ ആണെങ്കിൽ വണ്ടികൾ അറേഞ്ച് ചെയ്ത് പോകും. ട്രിവാൻഡ്രം ആണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് 2-3 വണ്ടികൾ അറേഞ്ച് ചെയ്ത് അങ്ങനെ പോവാണ് പതിവ്. നമുക്ക് ഇനി ഒരു സിനിമ ഹിന്ദി പാട്ട് ഏതായാലും हम तेरे प्यार में सारा आलम खो बैठे तुम कहते हो कि ऐसे प्यार को भूल जाओ हम तेरे प्यार में सारा आलम. വീട്ടിലാരൊക്കെ ഉണ്ട് സിന്ധു? വീട്ടിലെ ഹസ്ബൻഡ് വിനോദ് ദുബായിലായിരുന്നു വർഷങ്ങളോളം, പിന്നെ ഖത്തറിൽ പോയി. ഇപ്പൊ ഞാൻ കുട്ടികളെയും കൊണ്ടിങ്ങി പോന്നു. മക്കളുടെ പഠിത്തമൊക്കെ ഇവിടെ തന്നെയാണ്. മോള് 2 കുട്ടികളാണ്. മൂത്താള് വന്ദന ഹൈദരാബാദ് ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത്. ചിങ്ങത്തിൽ മോളുടെ കല്യാണമായിരുന്നു. നവനീത് പി കുമാറിനാണ് മോന്റെ പേര്. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. മോനും അത്യാവശ്യം പാടും, അവിടെ ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ മോൻ വന്ന് വിഷ്ണു വിനോദ് എന്നാണ് പേര്, CA ഇന്റർ ചെയ്യാൻ. മക്കൾക്ക് പാട്ടിനോട് താല്പര്യമുണ്ടോ? കുറച്ച് പാടാനുള്ള കഴിവ് എല്ലാവർക്കും കുറേശ്ശെ ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടെ കരിയറിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന കാരണം അതാണ് കൂടുതൽ താല്പര്യം. അപ്പൊ വീട്ടില് ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് ആയിരിക്കുമല്ലോ? അതുകൊണ്ട് മാത്രമാണ് ഹസ്ബൻഡിന്റെ സപ്പോർട്ടും മക്കളുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. അതെ. അപ്പോ എങ്ങനെ ഹസ്ബൻഡ് എങ്ങനെ പാട്ടുകൾ സെലക്ട് ചെയ്ത് തരാറുണ്ടോ? അങ്ങനെ പ്രോഗ്രാംസ് ഭക്തിഗാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും. പിന്നെ ഇങ്ങനത്തെ ഷോസ് നമ്മളിപ്പം ഭക്തിഗാനങ്ങളുടെ തിരക്ക് കാരണം ഇങ്ങനെയുള്ളതൊക്കെ കഴിയുന്നത് മാറ്റി വെച്ചിരിക്കുകയാണ്. മുമ്പ് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് എങ്ങനെ ഏതെങ്കിലും പാട്ട് പാടണമെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, അങ്ങനെയില്ല. പിന്നെ ഞാനിപ്പം ചെറുതായിട്ട് ഇങ്ങനെ റീല് പോലെയൊക്കെ ഇടുമ്പോ പറയും, നീ ആ പാട്ട് പാടി നോക്ക്, അങ്ങനെ സജഷൻസ് പറയാറുണ്ട്. അങ്ങനെ ഇപ്പൊ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ? അങ്ങനെ ഇതിനെ കൊണ്ട് പാടിക്കാറുണ്ട് ഏതെങ്കിലും ഒരു പാട്ട്? പറയാറില്ല, പ്രത്യേകിച്ച് അങ്ങനെ പറയില്ല. പിന്നെ ഞാൻ ഇപ്പൊ ലതാജിയുടെ ഒരു ട്രിബ്യൂട്ട്, അത് ഹസ്ബൻഡ് സെലക്ട് ചെയ്ത് തന്ന പാട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഒരു 4 വരി പാടിയതാ. जाने क्या बात है, जाने क्या बात है, जाने क्या बात है, जाने क्या बात है, नींद नहीं आती, बड़ी लंबी रात है, सारी सारी रात मुझे इसने जगाया, सारी सारी रात मुझे इसने जगाया, जैसे कोई सपना, जैसे कोई साया, कोई नहीं लगता है, कोई मेरे साथ है, जाने क्या बात है, जाने क्या बात है, नींद नहीं आती, बड़ी लंबी रात है. നല്ല സൂത്തിങ് വോയിസ് ആട്ടോ. ഏറ്റവും ഇങ്ങനെ ഇഷ്ടമുള്ള ഗായികമാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാൻ അങ്ങനെയില്ല, പക്ഷെ എനിക്ക് എപ്പോഴും ജാനകി അമ്മയുടെയും സുശീല അമ്മയുടെയും പാട്ടുകളാണ്
കൂടുതൽ ഞാൻ കേൾക്കുന്നത്. അതെ അതെ, പഴയ പാട്ടുകളാകുമ്പോഴത്തേക്ക് പഴയ പാട്ടുകൾ വലിയ ഇഷ്ടമാണ്. ജാനകി അമ്മയുടെ അതെ, സുശീലാമ്മയുടെ കുറച്ച് കൂടുതൽ. അപ്പോൾ സുശീലാമ്മയുടെ ഇഷ്ടപ്പെട്ട ഏത് പാട്ടാണ് കൂടുതൽ സിന്ധുവിന് ഇഷ്ടം? അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, എന്നാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ പാടി നടക്കാറുള്ള ചില പാട്ടുകൾ ഉണ്ടാവാറില്ലേ? അതില് നളചരിതത്തിലെ നായകനോ, നന്ദനവനത്തിലെ ഗായകനോ, അഞ്ചിതൾ പൂക്കൾ കൊണ്ടമ്പുകൾ തീർത്തവൻ, ആവനാഴി നിറയ്ക്കുന്ന കാമദേവനോ, നളചരിതത്തിലെ നായകനോ. അപ്പോൾ ഈ ഭജൻ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എങ്ങനെയാ നിങ്ങളെ ബുക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് പ്രോഗ്രാംസിനൊക്കെ? ടെമ്പിൾസുകാർ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ പറയും എന്ന ദിവസം തുടങ്ങുകയാണ്, നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊണ്ട് തരണം എന്ന് പറയും. പിന്നെ ചിലർ നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കും കൂടെ ഉള്ളത് ബുക്ക് ചെയ്ത് അങ്ങ് ഇടും. പറയും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആരുടെങ്കിലും മെയിൻ ആളുടെ നമ്പർ തരണം, അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഭജൻ ഗ്രൂപ്പിന്റെ പേരെന്താ? വാനമ്പാടികൾ തിരുവനന്തപുരം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇനി ഇതുപോലെ ഭജനൊക്കെ ഭക്തിഗാനങ്ങൾക്ക്, അതെ സോറി, ഭക്തിഗാനങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് നിങ്ങളുടെ വാനമ്പാടികളെ ബുക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാലോ. അപ്പൊ അതിന്റെ ബുക്കിംഗ് നമ്പർ? ഭക്തിഗാനം നമ്മൾ ആ ഒരു ബ്രോഷർ ഉണ്ട്, അപ്പൊ അതിൽ നമ്മൾ നമ്പർ വെക്കാറുണ്ട്. യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോ നമുക്ക് ഇനി ഒരു ഭക്തിഗാന മേളയല്ലേ നടത്തുന്നത്? അപ്പൊ ഭക്തിഗാന മേളയുടെ ഒരു നല്ലൊരു ഭക്തിഗാനം. ഓക്കെ, പഴയ പാട്ട് ചെയ്യുന്ന. അതെ. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പാ, തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പാ, തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഒത്തിരി സന്തോഷം സിന്ധു, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ. ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, നമുക്ക് പരിചയപ്പെടാൻ പറ്റി, അത് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്കും ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എൻ്റെ ഫ്രണ്ട് ശോഭയാണ് ഇത് പാട്ട് ഇവിടെ പാടണം പറഞ്ഞത്. അപ്പം ഇങ്ങനെ വരണം, പാടണം. അപ്പം ഞാൻ ഈ റീസെൻ്റ്ലി ഇപ്പം മദേഴ്സ് ഡേക്ക് ഒരു പാട്ട് പാടിയിരുന്നു യൂട്യൂബ് ചാനലിൽ. എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിൽ പാടിയിരുന്നു. അപ്പം അത് ശോഭയ്ക്കൊക്കെ വളരെ ഇഷ്ടമായി. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു ആ പാട്ടുകൂടെ പാടണേ. അപ്പൊ അത് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് വേണമല്ലോ. അപ്പൊ അതുകൂടെ ഒന്ന് ഓക്കെ. ആരാരോ ആരാരീരാരീരാരോ, അമ്മതൻ കണ്ണിനമൃതം പോയ ജന്മത്ത് ചെയ്ത സുകൃതം. അമ്പിളി പൊൻകുടം വന്നു എൻ്റെ തങ്കക്കുടമായി പിറന്നു. അമ്മതൻ കണ്ണിനമൃതം പോയ ജന്മത്തു ചെയ്ത സുകൃതം. അമ്പിളി പൊൻകുടം വന്നു എൻ്റെ തങ്കക്കുടമായി പിറന്നു. ആരാരീരാരീരാരോ, താളം പിടിക്കുന്ന കൈകൾ മിന്നും താമരപ്പൂവിതൾ പോലെ. താളം പിടിക്കുന്ന കൈകൾ മിന്നും താമരപ്പൂവിതൾ പോലെ. പൊന്നിൻ ചിലമ്പിട്ട കാൽകൾ
കണ്ണുകൾ രണ്ടു ചെമ്പക പൂവുകൾ പോലെ അമ്മ തൻ കണ്ണിനമൃതം ഓയ ജന്മത്തു ചെയ്ത സുകൃതം അമ്പിളി പൊൻകുടം വന്നു എൻ്റെ തങ്കക്കുടമായി പിറന്നു ആരാരോ ആരാരീരാരിരാരോ ആരാരീരാരിരാരോ. നല്ലൊരു പാട്ടല്ലേ, ഭയങ്കര നല്ല ഫീലുള്ള ഒരു പാട്ടാണ് ജനകീയമേടെ. അപ്പൊ അത് ശോഭയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ പ്രത്യേകം ശോഭയ്ക്കും എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും മദേഴ്സ് ഡേ കഴിഞ്ഞെങ്കിലും നമുക്ക് എല്ലാ എല്ലാ അമ്മമാർക്കും അമ്മമാർക്കും പ്രിയപ്പെട്ടതാണ് ഈ പാട്ട്. അതെ അതെ, മദേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഇല്ലല്ലോ. ശരിക്കും എല്ലാ അമ്മമാർക്ക് എന്നും അതെ അതെ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട. പാട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. സന്തോഷം, എനിക്ക് ഒത്തിരി സന്തോഷം. നമസ്കാരം.